ഇന്നത്തെ ഡിന്നറിന് ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ് കേട്ടോ. മാഞ്ഞാലി ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. ഞാൻ യൂട്യൂബ് നോക്കിയപ്പോൾ കണ്ട കേട്ടോ. ഇതെന്താണ് ഈ മാഞ്ഞാലി ബിരിയാണി എന്നൊക്കെ ഞാൻ വിചാരിച്ചു. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളം ജില്ലയിൽ മാഞ്ഞാലി എന്ന് പറഞ്ഞ സ്ഥലത്ത് വിൽക്കണ ഒരു ബിരിയാണിയുടെ പേരാണ് കേട്ടോ. നല്ല അടിപൊളി ബിരിയാണിയാണെന്ന് പറഞ്ഞത്. അതുകൊണ്ടൊന്നും ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്നാണെങ്കിൽ പാതിരാത്രി ആയപ്പോഴാണ് ഉണ്ടാക്കാൻ തുടങ്ങിയത്. 8 മണിക്കാണ് ഉണ്ടാക്കാൻ തുടങ്ങിയത്. എപ്പോൾ തീരുമെന്ന് എനിക്കറിയില്ല. ഞാൻ ഉമേഷിനെ വിളിച്ചു ചോദിച്ചപ്പോൾ ഉമേഷ് പറഞ്ഞു നൈറ്റ് ഡ്യൂട്ടി ഒന്നുമില്ല, മെല്ലെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ഞാനിങ്ങനെ പകുതി ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഉമേഷ് കയറി വന്നിരിക്കണു, ഇന്ന് നൈറ്റ് ഡ്യൂട്ടി ഉണ്ട് എന്ന്. ഈ ബിരിയാണി ദം ചെയ്തെടുക്കേണ്ട ഒന്നും ആവശ്യമില്ല എന്നാണ് പറയണത്. ഇത് പിന്നെന്താ രണ്ടും സെപ്പറേറ്റ് ആട്ടോ നമ്മൾ ഉണ്ടാക്കണത്. ചോറ് വേറെയും ബിരിയാണി മസാല വേറെ ആയിട്ടാട്ടോ നമ്മൾ ഉണ്ടാക്കണത്. രണ്ടും കൂടി മിക്സ് ആക്കിയിട്ടാണ് ബിരിയാണി എന്നൊക്കെ ചിലവർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പണ്ട് ഏതോ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ പോകാൻ ഞാൻ എന്താണെന്ന് പറയുക ഉണ്ടാക്കിയത്, നെയ്ച്ചോറ് ഉണ്ടാക്കിയത്. അവർ പറഞ്ഞു ഇത് ബിരിയാണി അല്ലാന്നൊക്കെ പറഞ്ഞു. അതെനിക്കറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ എപ്പോഴും ഈ ബിരിയാണി നെയ്ച്ചോറ് ഉണ്ടാക്കുന്ന പരിപാടി ഇല്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ എനിക്ക് മനസ്സിലായി ഈ ചിക്കനും ചോറും കൂടി മിക്സ് ആക്കിയിട്ടാണ് ബിരിയാണി ഉണ്ടാവുകയെന്ന് കേട്ടോ. ഈ ബിരിയാണിയിലില്ലേ നമ്മൾ ക്യാരറ്റൊക്കെ ഇടും കേട്ടോ. ക്യാരറ്റും പിന്നെ പൈനാപ്പിൾ ഉണ്ടെങ്കിൽ പൈനാപ്പിൾ കട്ട് ചെയ്തിടാൻ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്ന് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ബിരിയാണി റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ചിക്കനും റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കാണാനൊക്കെ നല്ല രസമുണ്ട് കേട്ടോ, ടേസ്റ്റും ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ എറണാകുളം ജില്ലയിലെ മാഞ്ഞാലി ബിരിയാണി റെഡി. അതും പഞ്ചാബിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് ഉമേഷ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെന്താ ഈ ബിരിയാണി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ അടുക്കളയിൽ ഒത്തിരി പാത്രം കഴുകാണ്ട്. അതെനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യം. ഉമേഷ് ഉണ്ടായിരുന്നെങ്കിൽ ഉമേഷിനെയും കൊണ്ട് കഴുകിപ്പിച്ചേനെ. കാരണം ഉമേഷ് എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ. ഉമേഷിന് ഡ്യൂട്ടി ആയിപ്പോയി, അതുകൊണ്ട് ഞാൻ ഉമേഷിനെ വെറുതെ വിട്ടിരിക്കുന്നു. അപ്പോൾ ശരി, ടാറ്റ, ബൈ ബൈ.